Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 9 ചൊവ്വാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് വില്ലേജിൽ മൃഗസ്നേഹികളുടെ പ്രിയപ്പെട്ട അന്താരാഷ്ട്ര പ്രദർശനമായ മാരായി 2025 8ാമത് പതിപ്പ് ആരംഭിച്ചു. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മുനിസിപ്പാലിറ്റി കാര്യ കൃഷിമന്ത്രി വയൽ ബിൻ നാസർ അൽ മുബാരക് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഈ വർഷം ആദ്യമായി കണ്ടൽ മരങ്ങൾക്കായി ഒരു പ്രത്യേക പവലിയൻ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. രാജകീയ നിർദ്ദേശപ്രകാരം കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ പ്രധാന സർക്കാർ നടപടികളും മന്ത്രി വിശദീകരിച്ചു. 1.2 ദശലക്ഷം ചതുരശ്ര മീറ്ററിലധികം ഭൂമി പ്രാദേശിക കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കുമായി അനുവദിച്ചത് ഇതിൽ പ്രധാനമാണ്. ഒരു സസ്യജനിതക വിഭവ ബാങ്ക് സ്ഥാപിക്കൽ, അന്താരാഷ്ട്ര ഈന്തപ്പഴ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കൽ തുടങ്ങിയ ദേശീയ പദ്ധതികളും പുരോഗമിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പരമ്പരാഗത കലാപ്രകടനങ്ങൾ, ബഹ്റൈൻ, അസർബൈജാൻ റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുതിരയോട്ട പ്രദർശനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറി. പ്രദർശനത്തിന്റെ വിജയത്തിനായി സംഭാവന നൽകിയവർക്ക് രാജാവ് അവാർഡുകൾ നൽകി. ബഹ്റൈൻ ടൂറിസം മന്ത്രാലയത്തിന്റെ അനുമതിയോടെ സോപാനം വാദ്യകലാ സംഘവും കോൺവെക്സ് ഈവന്റും സംയുക്തമായി അദാരി പാർക്കിൽ സംഘടിപ്പിച്ച സോപാനം വാദ്യസംഗമം 2025 കൊടിയിറങ്ങി. താളസ്പന്ദനം കേൾക്കാൻ 10,000-ത്തിലധികം കാണികളാണ് ഇവിടെ എത്തിയത്. 50 മീറ്റർ നീളമുള്ള വേദിയിൽ തായമ്പകയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. താലപ്പൊലിയും മുത്തുകുടകളും വാദ്യമേളങ്ങളും അണിനിരന്ന വർണ്ണാഭമായ ഘോഷയാത്രയും 100-ലേറെ നർത്തകരുടെ നൃത്തപരിപാടികളും ഉത്സവ പ്രതീതി നൽകി. ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി, ഇന്ത്യൻ അംബാസഡർ വിനോദ് ജേക്കബ്, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ ജയറാം തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. സംഗീത ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് സംഗീതജ്ഞനും IIPA ചെയർമാനുമായ അമ്പിളിക്കുട്ടന് സോപാനം സംഗീതരത്നം പുരസ്കാരം സമർപ്പിച്ചു. ചടങ്ങിൽ പിന്നണി ഗായിക ലതിക ടീച്ചറെയും ആദരിച്ചു. 300-ൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളത്തിന് പത്മശ്രീ ജയറാമും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പ്രമാണികരായി. 70-ൽ പരം സോപാന ഗായകർ പങ്കെടുത്ത ആദ്യ വിദേശ സോപാന അരങ്ങും ഇവിടെ നടന്നു. ബഹ്റൈന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക വൈവിധ്യം കോർത്തിണക്കിയ നൃത്തസമന്വയവും അരങ്ങേറി. ബഹ്റൈനിലെ ഏഷ്യൻ സ്കൂളിന്റെ 42ാമത് വാർഷിക ദിനം ആഘോഷിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഡയറക്ടർ ലുൽവ ഗസൻ അൽ മുഹന്ന, ബഹ്റൈൻ യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഡോക്ടർ മാസൻ മുഹമ്മദ് അലി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഡയറക്ടർ ലോവി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിൻസിപ്പൽ മോളി മാമൻ സ്കൂളിന്റെ പ്രധാന നേട്ടങ്ങൾ വിശദീകരിച്ചു. അക്കാഡമിക്, കായികം, കലാമേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കലാശിരോമണി, കലാപ്രതിഭ ടൈറ്റിലുകളും നൽകി. ഇന്റർ ഹൗസ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി എമറാൾഡ് ഹൗസ് നേടി. 10 വർഷവും 35 വർഷവും സേവനം പൂർത്തിയാക്കിയ അധ്യാപകരെ ആദരിച്ചു. 2024-ലെ പ്രിൻസിപ്പൽസ് ഓണർ ലിസ്റ്റിൽ ഇടം നേടിയ ഗ്രേഡ് 8 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികളും MSB സിംഫണി ഓർക്കസ്ട്രയുടെ പ്രകടനവും ചടങ്ങിന് മിഴിവേകി. ബഹ്റൈൻ കേരളീയ സമാജവും DC ബുക്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന്റെ 5ാം ദിനം ശ്രദ്ധേയമായ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയായി. ഇന്നലെ നടന്ന ചടങ്ങിൽ പ്രവാസി എഴുത്തുകാരൻ നാസർ മുതുകാടിന്റെ അരുളപ്പാട് എന്ന പുസ്തകം പ്രമുഖ യുവ എഴുത്തുകാരനായ നസീഫ് കളയത്ത് പ്രകാശനം ചെയ്തു. മലയാളം മിഷൻ ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിച്ച അക്ഷരത്തോണി എന്ന പരിപാടിയോടെയാണ് ദിനം ആരംഭിച്ചത്. BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ സ്വാഗതം ആശംസിച്ചു. SV ബഷീർ പുസ്തക പരിചയം നടത്തി. ചടങ്ങിന് ശേഷം നസീഫ് കളത്തയുമായി റിതിൻ രാജ് മോഡറേറ്ററായ മുഖാമുഖം നടന്നു. BKS ഫോട്ടോഗ്രാഫി ക്ലബിന്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷനും സമാജം അങ്കണത്തിൽ നടന്നു വരുന്നുണ്ട്. പുസ്തകോത്സവം ഡിസംബർ 14 വരെ നീണ്ടുനിൽക്കും. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പും ലുലു ബഹ്റിനും ചേർന്ന് ബഹ്റിനിലെ ഏറ്റവും വലിയ മദേഴ്സ് കേക്ക് മിക്സിംഗ് സെറിമണിയുടെ 3ാം സീസൺ റാംലി മാൾ ഫുഡ് കോർട്ടിൽ സംഘടിപ്പിച്ചു. 200-ൽ അധികം ഗർഭിണികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പരിപാടിയുടെ ഭാഗമായി ടാസ്മ യോഗയുടെ ഇൻസ്ട്രക്ടർമാരായ ഗർഭിണികൾ സംവദിച്ചു. ഗർഭകാലത്തും പ്രസവശേഷവും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഉപകാരപ്രദമായ പ്രത്യേക യോഗാസനങ്ങളെക്കുറിച്ചുമുള്ള ടിപ്പുകൾ അവർ പങ്കുവച്ചു. തുടർന്ന് അൽ ഹിലാൽ ഹെൽത്ത് കെയറിലെ വിദഗ്ധരായ ഗൈനക്കോളജിസ്റ്റ് ടീമുമായി സംവദിക്കാൻ അമ്മമാർക്ക് അവസരം ലഭിച്ചു. ഡോക്ടർ മൈമൂന ലിയാഖത്ത്, ഡോക്ടർ ആയിഷ സയ്യിദ് കാസി, ഡോക്ടർ സഫാദ് ദബ്, ഡോക്ടർ നിഷ പരമേശ്വരൻ നായർ, ഡോക്ടർ ആയിഷ അഞ്ജുന, ഡോക്ടർ രാധിക തെലുഗു, ഡോക്ടർ ജാസ്മിൻ ശങ്കരനാരായണൻ എന്നിവരടങ്ങിയ വിദഗ്ധ ഗൈനക്കോളജിസ്റ്റ് ടീമാണ് ചോദ്യോത്തരവേളയ്ക്ക് നേതൃത്വം നൽകിയത്. ബഹ്റിനിലെ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് അഥവാ പ്രതീക്ഷ ബഹ്റൈൻ്റെ വാർഷിക പൊതുയോഗം ഡിസംബർ 13 വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 7:15 ഗുദൈബിയയിലെ ചായക്കട റെസ്റ്റോറൻറ്റിൽ വച്ചാണ് പൊതുയോഗം. 2025 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകളും റിപ്പോർട്ട് അവതരണവും 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും പൊതുയോഗത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 34338436 അല്ലെങ്കിൽ 39889317 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റിനിലെ ഒരു കുടുംബത്തിലെ പിതാവിനും മകനും മകൾക്കുമെതിരെ 83,000 ദിനാർ വാറ്റ് വെട്ടിപ്പ് കേസ് ഹൈക്രിമിനൽ കോടതിയിൽ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ വർഷം പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു ഇലക്ട്രോണിക് സ്റ്റോറിന്റെ ഉടമകളാണ് ഇവർ. നികുതി അടയ്ക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയ വാറ്റ് തുക പ്രതികൾ നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂവിന് കൈമാറിയില്ലെന്നാണ് കേസ്. കടം വർദ്ധിച്ചതിനാൽ നികുതി അടയ്ക്കാൻ പണമില്ലാതെ വന്നുവെന്ന് പ്രതികൾ കോടതിയിൽ കുറ്റം സമ്മതിച്ചു. 83,020 ദിനാർ വാറ്റ് തുക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് NBR പബ്ലിക് പ്രോസിക്യൂഷൻ വഴി കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. അടച്ചുപൂട്ടിയ സ്ഥാപനത്തെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. 20 വർഷം മുമ്പ് ഈസ ടൗണിൽ ആരംഭിച്ച ഈ സ്റ്റോറിന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടാതെ മറ്റു 10 ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്താൻ ലൈസൻസ് ഉണ്ടായിരുന്നു. കേസിന്റെ തുടർ നടപടികൾക്കായി കേസ് ഈ മാസം 14-ലേക്ക് മാറ്റി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.